നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ ഭാവി എന്താണ് എന്ന കാര്യത്തിൽ ആരാധകർക്ക് ഇപ്പോഴും സംശയങ്ങളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നെയ്മർ സാൻഡോസിൽ തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയും വരുത്തിയിട്ടുമില്ല. ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, നെയ്മർ ജൂനിയർ ഇപ്പോൾ സാൻഡോസുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കോൺട്രാക്റ്റ് റിന്യൂവൽ എഗ്രിമെൻറ്റിലേക്ക്, ഫൈനാൻഷ്യൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. 6 മാസക്കാലത്തേക്ക് കോൺട്രാക്റ്റ് പുതുക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിൻ്റെ സമയം വരെ സാൻഡോസിൽ തന്നെ തുടരാനാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി എല്ലാം എഗ്രി ചെയ്തിട്ടുണ്ട്, ഇനി സൈനിങ് കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് താരം ഇപ്പോൾ വെക്കേഷനിലാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരികെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം സർജറിയിലേക്ക് പോകും. ദെൻ അദ്ദേഹം പുതിയ ഡീല് സൈൻ ചെയ്യും എന്നാണ് റിപ്പോർട്ട്. സോ ഇത് വളരെ സെൻസിബിളായിട്ടുള്ളൊരു നീക്കമാണ് എന്നാണ് ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത്. കാരണം വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ളൊരു സമയത്ത് ഇനിയിപ്പോൾ സാൻഡോസ് വിട്ട് മറ്റെവിടേക്കെങ്കിലും ചേക്കേറി അവിടെ അഡാപ്റ്റഡ് ആവാൻ ശ്രമിച്ച് പരിക്കൊക്കെയുള്ളൊരു താരം കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതിന് പകരം അദ്ദേഹത്തിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ തന്നെ തുടരുക, അവിടെ അദ്ദേഹം ഈ പരിക്കൊക്കെ ഭേദമായി മികച്ച പ്രകടനം നടത്തുക. പ്രത്യേകിച്ച് സാൻഡോസ് ബ്രസീലിയറോ സീരിയയിൽ നിലനിൽക്കുന്നുണ്ട്, കോപ്പ സുഡാമേരിക്കാനൊക്കെ യോഗ്യത നേടിയിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നെയ്മർക്കും അവിടെ തുടരുന്നതാണ് ബെറ്റർ എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.